കൽക്കട്ടയുടെ തെരുവിൽ മദർ തെരേസ വിത്തുപാകിയ മിഷണറീസ് ഓഫ് ചാരിറ്റി ഒരു വടവൃക്ഷമായി ലോകമെമ്പാടും പടർന്നു പന്തലിച്ചത് 1960കളുടെ പകുതിയോടെയാണ്. 1950 സ്ഥാപിതമായ പ്രസ്ഥാനം ആദ്യത്തെ 15 വർഷം ഇന്ത്യയുടെ അതിരുകൾക്കുള്ളിൽ, പ്രത്യേകിച്ച് കൽക്കട്ടയിലെ ചേരികളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ 1965 ഫെബ്രുവരി 1 പോപ്പ് പോൾ ആറാമൻ ഈ സഭയ്ക്ക് പോന്തിഫിക്കൽ റൈറ്റ് അഥവാ വത്തിക്കാന്റെ നേരിട്ടുള്ള ആഗോള അംഗീകാരം നൽകിയതോടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ചരിത്രം മാറിമറിഞ്ഞു. ഒരു പ്രാദേശിക രൂപതയുടെ കീഴിലുള്ള സഭ എന്ന നിലയിൽ നിന്ന് ലോകത്തിന്റെ ഏത് കോണിലും സേവന കേന്ദ്രങ്ങൾ തുടങ്ങാൻ അധികാരമുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയായി മിഷണറീസ് ഓഫ് ചാരിറ്റി മാറിയത് ഈ കാലഘട്ടത്തിലാണ്. വത്തിക്കാന്റെ നേരിട്ടുള്ള അംഗീകാരം ലഭിച്ചതോടെ സഭയുടെ വളർച്ച അതിവേഗത്തിലായിരുന്നു. വികസിത രാജ്യങ്ങളിലെ ഒറ്റപ്പെട്ടവരും ദരിദ്ര രാജ്യങ്ങളിലെ പട്ടിണിപ്പാവങ്ങളും ഒരേപോലെ ആ നീലക്കരയുള്ള സാരിക്ക് നേരെ കൈനീട്ടി. ഓരോ രാജ്യത്തും ആ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മദർ കേന്ദ്രങ്ങൾ തുറന്നത്. കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ നീലക്കരയുള്ള വെള്ളസാരി ഉടുത്ത് നടന്ന ആ സഹോദരിമാർ സ്നേഹത്തിന്റെ സന്ദേശവുമായി കടൽ കടന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ വൻകരകളിലേക്കും ആ കാരുണ്യപ്രവാഹം ഒഴുകിത്തുടങ്ങി. 1967 ശ്രീലങ്കയിലും 1968 റോമിലും മദർ തന്റെ കേന്ദ്രങ്ങൾ തുറന്നു. പിന്നാലെ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലേക്കും മദറിന്റെ സംഘം എത്തിച്ചേർന്നു. വികസിത രാജ്യങ്ങളിലെ നഗരങ്ങളിൽ മനുഷ്യരനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമെന്ന് മദർ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങൾക്കും യൂറോപ്പിലെ ഉപേക്ഷിക്കപ്പെട്ട വയോധികർക്കും മദർ തെരേസ അമ്മയായി. ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങിയ ആ ദൗത്യം വെറും 10 വർഷത്തിനുള്ളിൽ 5 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു. 1960കളുടെ അവസാനത്തിലും 70കളിലും ലണ്ടനിലും ന്യൂയോർക്കിലും മദർ തന്റെ സേവന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അവിടെ മദറിനെ എതിരേറ്റത് പണമില്ലായ്മയല്ല, മറിച്ച് ഭയാനകമായ ഏകാന്തതയായിരുന്നു. ആധുനികതയുടെ പളപളപ്പുകൾക്കിടയിൽ സ്വന്തം വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മരിച്ചുപോകുന്ന വയോധികരുടെ അവസ്ഥ മദറിനെ വേദനിപ്പിച്ചു. ന്യൂയോർക്കിലെ തിരക്കേറിയ തെരുവുകളിൽ അക്കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്ന മയക്കുമരുന്ന് മാഫിയകൾക്കിടയിലേക്കാണ് മദറിന്റെ സഹോദരിമാർ ഇറങ്ങിച്ചെന്നത്. മയക്കുമരുന്നിനടിമപ്പെട്ട് ജീവിതം തകർന്ന യുവാക്കൾക്ക് മദർ അഭയമൊരുക്കി. ലഹരിയുടെ ലോകത്ത് നിന്ന് അവരെ മോചിപ്പിക്കാൻ മരുന്നുകളെക്കാളുപരി വേണ്ടത് സ്നേഹമാണെന്ന് മദർ വിശ്വസിച്ചു. എയ്ഡ്സ് എന്ന മഹാരോഗം ലോകത്തെ ഭീതിയിലാഴ്ത്തിയ 1980കളുടെ പകുതിയിൽ എയ്ഡ്സ് ബാധിതരെ തൊടാൻ പോലും ആളുകൾ ഭയപ്പെട്ട കാലത്ത് അവർക്കായി ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന പേരിൽ പ്രത്യേക ചികിത്സാ കേന്ദ്രം ന്യൂയോർക്കിൽ തുടങ്ങി. വത്തിക്കാന്റെ പടിവാതിൽക്കൽ പോലും മദർ തെരേസ പാവങ്ങൾക്കായി ഒരു അഭയ കേന്ദ്രം തുറന്നു. സഭയുടെ ഉന്നത പദവികൾക്കിടയിലും താനെന്നും അശരണർക്കൊപ്പമാണെന്ന് മദർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരുന്നു. സാമ്പത്തികമായി വലിയ നിലയിലുള്ള രാജ്യങ്ങളിലും ആത്മീയവും വൈകാരികവുമായ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ മദറിന്റെ ഈ ആഗോള മിഷനുകൾക്ക് കഴിഞ്ഞു. സംഘടന ലോകമെമ്പാടും വളരുമ്പോഴും മദറിനെ നോവിച്ചിരുന്നത് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥയായിരുന്നു. തെരുവോരങ്ങളിലും ചവറ്റുകൂനകൾക്കരികിലും ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ചോമനകൾക്കായി കൽക്കട്ടയിൽ മദർ നിർമ്മല ശിശു ഭവൻ എന്ന പേരിൽ അനാഥാലയങ്ങൾ ആരംഭിച്ചു. നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ എനിക്ക് തരൂ,
ഞാൻ അവരെ വളർത്തിക്കൊള്ളാമെന്ന മദറിന്റെ ഹൃദയസ്പർശിയായ ആഹ്വാനം ലോക മനസാക്ഷിയെ ഉണർത്തുന്നതായിരുന്നു. വൈകല്യമുള്ളവരും രോഗികളുമായ കുഞ്ഞുങ്ങളെയെല്ലാം മദർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കേവലമൊരു അഭയകേന്ദ്രം എന്നതിലുപരി സ്നേഹവും കരുതലും നൽകുന്ന ഒരമ്മയായി മദർ ആ കുഞ്ഞുങ്ങൾക്കിടയിൽ ജീവിച്ചു. വൈകാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇത്തരം ശിശുഭവനുകൾ ഉയർന്നു വന്നു. ഇക്കാലത്താണ് ലോകപ്രശസ്ത പത്രപ്രവർത്തകനായ മാൽക്കം മഗ്ഗറിഡ്ജ് മദറിനെക്കുറിച്ച് തയ്യാറാക്കിയ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന ഡോക്യുമെന്ററി പുറത്തുവരുന്നത്. BBC-ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ ചിത്രത്തിലൂടെയാണ് കൽക്കട്ടയിലെ ചേരികളിൽ സേവനമനുഷ്ഠിക്കുന്ന സന്യാസിയെ പാശ്ചാത്യ ലോകം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. ചിത്രീകരണ വേളയിൽ മദറിന്റെ നിർമ്മൽ ഹൃദയിലെ ഇരുണ്ട മുറികളിലുണ്ടായിരുന്ന ദിവ്യപ്രകാശം മാൽക്കം മഗ്ഗറിഡ്ജിനെ അത്ഭുതപ്പെടുത്തി. ഈ ഡോക്യുമെന്ററിയും അതേ പേരിലിറങ്ങിയ പുസ്തകവും മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാക്കി. ഇതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരും സഹായങ്ങളും കൽക്കട്ടയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 1971 ജനുവരി 6 വത്തിക്കാനിലെ പ്രൗഢഗംഭീരമായ വേദി. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പോപ്പ് പോൾ 6 മദർ തെരേസയ്ക്ക് സമാധാന പുരസ്കാരം സമ്മാനിച്ചു. സഭ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായിരുന്നു അത്. ആഡംബര വസ്ത്രങ്ങൾ അണിഞ്ഞ പ്രമുഖർക്കിടയിലൂടെ തന്റെ പതിവ് നീലക്കരയുള്ള പരുത്തി സാരി ഉടുത്ത് മദർ വിനീതയായി നടന്നു നീങ്ങി. പുരസ്കാരത്തുക കൈപ്പറ്റി മദർ പറഞ്ഞു, ഈ തുക മുഴുവൻ കൽക്കട്ടയിലെ കുഷ്ഠരോഗികൾക്കായി ഒരു സൗജന്യ ചികിത്സാ കേന്ദ്രം നിർമ്മിക്കാൻ ഞാൻ ഉപയോഗിക്കും. പുരസ്കാരങ്ങളല്ല, മറിച്ച് തന്റെ മക്കൾക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് ഏറ്റവും വലിയ ആദരമെന്ന് മദർ തെളിയിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ പല സംഭവങ്ങളും അരങ്ങേറിയ കാലഘട്ടം കൂടിയായിരുന്നു അത്. 1971 കിഴക്കൻ പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പലായനങ്ങളിലൊന്നിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ജീവരക്ഷാർത്ഥം അതിർത്തി കടന്നെത്തിയ 10 ദശലക്ഷത്തോളം അഭയാർത്ഥികളാൽ കൽക്കട്ടയുടെ അതിർത്തികൾ വീർപ്പുമുട്ടി. പട്ടിണിയും പരിക്കും പേറിയെത്തിയ ആ മനുഷ്യർക്ക് അഭയം നൽകാൻ ഇന്ത്യൻ സർക്കാർ കഠിനമായി പരിശ്രമിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ ഈ ജനപ്രവാഹം വലിയൊരു പ്രതിസന്ധിയായി മാറി. സ്വന്തം നാട് നഷ്ടപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരിനൊപ്പം കാലം തെറ്റിയെത്തിയ മഴ കൂടി ദുരിതമായി പെയ്തിറങ്ങി. അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ചെളിയും വെള്ളവും കൊണ്ട് നിറഞ്ഞു. വൃത്തിഹീനമായ സാഹചര്യങ്ങൾക്കിടയിൽ ഭയാനകമായ രീതിയിൽ കോളറ പടർന്നു പിടിച്ചു. മൃതദേഹങ്ങൾ തെരുവോരങ്ങളിൽ കുന്നുകൂടി. ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും പോലും രോഗം പകരുമെന്ന ഭീതിയിൽ ക്യാമ്പുകളിലേക്ക് പോകാൻ മടിച്ചു നിന്നു. ആ നിമിഷത്തിലാണ് 61 വയസ്സുള്ള മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സഹോദരിമാരുമായി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നത്. മദറും സഹോദരിമാരും ക്യാമ്പുകൾ തോറും നടന്ന് ശുദ്ധജലവും ലഘുഭക്ഷണവും മരുന്നുകളും വിതരണം ചെയ്തു. മുട്ടോളം ചെളിയിൽ നടന്ന് പഴുത്ത വ്രണങ്ങളുമായി കിടന്ന രോഗികളെ അവർ ശുശ്രൂഷിച്ചു. മദർ തന്നെ നേരിട്ടാണ് രോഗികൾക്ക് മരുന്നുകൾ നൽകിയത്.
സഭയുടെ ആംബുലൻസുകൾ രാപ്പകൽ ഭേദമില്ലാതെ അതിർത്തിയിൽ നിന്ന് രോഗികളെയും മുറിവേറ്റവരെയും കൽക്കട്ടയിലെ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ക്യാമ്പിൽ വച്ച് കോളറ ബാധിച്ച ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മദർ ഇരിക്കുന്നത് കണ്ട ഒരു വിദേശ പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് രോഗം പകരുമെന്ന് പേടിയില്ലേ? മദർ ശാന്തമായി മറുപടി നൽകി, ഞാൻ ഈ കുഞ്ഞിൽ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനും ഭയപ്പെടണം? യുദ്ധം അവസാനിക്കുകയും ബംഗ്ലാദേശ് സ്വതന്ത്രമാവുകയും ചെയ്തപ്പോഴും മദർ തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. യുദ്ധക്കെടുതി അനുഭവിച്ച സ്ത്രീകൾക്കും അനാഥരായ കുട്ടികൾക്കുമായി ധാക്കയിൽ മദർ ഒരു പുതിയ കേന്ദ്രം ആരംഭിച്ചു. യുദ്ധത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അനേകം യുവതികളെ സമൂഹം അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തിയപ്പോൾ അവരെ നെഞ്ചോട് ചേർക്കാൻ മദർ തയ്യാറായി. 1972 നവംബർ 15 ഡൽഹിയിലെ വിജ്ഞാൻ ഭവൻ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞരും രാഷ്ട്രീയ നേതാക്കളും തിങ്ങി നിറഞ്ഞ ആ സദസ്സിലേക്ക് ജവഹർലാൽ നെഹ്റു അവാർഡ് ഏറ്റുവാങ്ങാൻ നീലക്കരയുള്ള പരുത്തി സാരിയുടുത്ത സന്യാസിനി നടന്നു നീങ്ങി. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രജ്ഞർക്കും രാഷ്ട്രത്തലവന്മാർക്കും നൽകിപ്പോരുന്ന ഈ പുരസ്കാരം ചേരികളിൽ സേവനം ചെയ്യുന്ന ഒരു സന്യാസിനിയെ തേടിയെത്തിയ കാഴ്ച ലോകമമ്പരപ്പോടെ നോക്കിക്കണ്ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും മനുഷ്യത്വത്തിനു വേണ്ടി മദർ ആ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞു. തോക്കുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് സ്നേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് മദർ തെളിയിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മദറിന് പുരസ്കാരം സമ്മാനിച്ചത്. ആ ചടങ്ങിൽ ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കാരുണ്യമാണ്. അത് മദർ തെരേസയിലൂടെ നാം ഇന്ന് തിരിച്ചറിയുന്നു. ലഭിച്ച പുരസ്കാരത്തുക മദർ കൽക്കട്ടയിലെ ഒരു പുതിയ സേവന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായാണ് വിനിയോഗിച്ചത്. അവാർഡുകൾ എന്റെ പാവപ്പെട്ടവർക്കായുള്ള അംഗീകാരമാണ് എന്നതായിരുന്നു മദറിന്റെ നിലപാട്. ആ പുരസ്കാരത്തോടെ മദർ തെരേസ വെറുമൊരു കത്തോലിക്ക സന്യാസിനി എന്നതിൽ നിന്നും മാറി ഇന്ത്യയുടെ സമ്പത്തായും ലോകത്തിന്റെ സമാധാന ദൂതയായും വളർന്നു. ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവിതമൊഴിഞ്ഞുവെച്ച മദർ തെരേസയെ തേടി ആദരവുകൾ ആഗോളതലത്തിൽ എത്തിത്തുടങ്ങി. 1973 മെയ് മാസം ലണ്ടനിലെ ഗിൽഡ് ഹാൾ ഒരു വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആധുനിക ലോകത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുമ്പോഴും മനുഷ്യത്വവും ആത്മീയതയും കാത്തുസൂക്ഷിക്കുന്നവർക്കായി സർ ജോൺ ടെമ്പിൾട്ടൺ ഏർപ്പെടുത്തിയതായിരുന്നു ടെമ്പിൾട്ടൺ പ്രൈസ്. ആത്മീയ രംഗത്തെ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ അവാർഡ് ആദ്യമായി ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ ജൂറിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. കൽക്കട്ടയിലെ ചേരികളിൽ ക്രിസ്തുവിനെ ദർശിച്ച ആ സന്യാസിനി തന്നെയായിരുന്നു ആ ആദരത്തിന് ഏറ്റവും അർഹയായ വ്യക്തി. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ രാജകീയ പ്രൗഢികൾക്കിടയിൽ നിന്ന് ഫിലിപ്പ് രാജകുമാരൻ ഗിൽഡ് ഹാളിലെത്തി മദറിന് പുരസ്കാരം സമ്മാനിച്ചു. ആ വേദിയിൽ മദർ തെരേസയുടെ സാന്നിധ്യം ഒരത്ഭുതമായിരുന്നു. ലോകം മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലത്താണ് ഒരു കത്തോലിക്ക സന്യാസിനി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയായത്. കാളിഘട്ടിലെ നിർമ്മൽ ഹൃദയിൽ മരിക്കാൻ കിടക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് ഗംഗാജലം നൽകിയും മുസ്ലിം സഹോദരന് ഖുർആൻ വചനങ്ങൾ ഓതിക്കൊടുത്തും മദർ കാണിച്ച ആ വലിയ മാതൃകയാണ് ടെമ്പിൾട്ടൺ ജൂറിയെ ആകർഷിച്ചത്. ആത്മീയത എന്നത് ആരാധനാലയങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ലെന്നും അത് വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പുന്ന പ്രവൃത്തിയാണെന്നും മദർ ലോകത്തിന് കാണിച്ചു കൊടുത്തു.
പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മദർ നടത്തിയ പ്രസംഗം വളരെ ലളിതമായിരുന്നു. ദൈവത്തിന്റെ സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കുക എന്നതാണ് എന്റെ മതമെന്ന് മദർ പ്രഖ്യാപിച്ചു. ഒരു ക്രിസ്ത്യൻ മിഷണറി എന്നതിലുപരി മാനവികതയുടെ കാവലാളായാണ് ലോകം മദറിനെ നോക്കിക്കണ്ടത്. ബ്രിട്ടീഷ് രാജകുടുംബം നൽകിയ ആ ആദരം പാശ്ചാത്യ രാജ്യങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്വീകാര്യത ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. 1974 മിഷണറീസ് ഓഫ് ചാരിറ്റി ഒരു വടവൃക്ഷമായി ലോകമെമ്പാടും പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരുന്നു. കൽക്കട്ടയിലെ ഒരു ചെറിയ വാടകമുറിയിൽ തുടങ്ങിയ ആ പ്രസ്ഥാനം ആഗോളതലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ജോർദാൻ, ഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പുതിയ കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ ഉൾനാടുകളിലേക്കും മദർ തന്റെ കാരുണ്യ ദൗത്യം വ്യാപിപ്പിച്ചു. വികസിത രാജ്യങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്ന വൃദ്ധർക്കും ദരിദ്ര രാജ്യങ്ങളിൽ പട്ടിണി അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മദർ ഒരുപോലെ പ്രിയപ്പെട്ടവളായി. കയ്യിൽ പണമില്ലാതെ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആകുലതകളില്ലാതെ മദർ പുതിയ ശാഖകൾ തുറന്നുകൊണ്ടിരുന്നു. ഈ ലോകം ദൈവത്തിൻ്റെതാണ്. അവൻ തന്റെ മക്കളെ നോക്കിക്കൊള്ളും എന്ന മദറിന്റെ അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഈ അത്ഭുതകരമായ വളർച്ചയ്ക്ക് പിന്നിലെ ഊർജം. 1975 ഒക്ടോബർ 7 സംഘടനയുടെ 25-ാം വാർഷികം അഥവാ സിൽവർ ജൂബിലി ആഘോഷം നടന്നു. തുടക്കത്തിൽ ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് തുടങ്ങിയ സഭ ആയിരക്കണക്കിന് സഹോദരിമാരും നൂറുകണക്കിന് കേന്ദ്രങ്ങളുമുള്ള ഒന്നായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നാളുകൾ ആ ആഘോഷത്തിൽ പങ്കുചേരാൻ കൽക്കട്ടയിലെത്തി. ഈ കാലഘട്ടത്തിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പുരുഷ വിഭാഗമായ മിഷണറീസ് ഓഫ് ചാരിറ്റി ബ്രദേഴ്സ് കൂടുതൽ ശക്തമായത്. തെരുവുകളിൽ നിന്ന് രോഗികളെ എടുത്തുകൊണ്ടുവരുന്നതിനും ശാരീരികാധ്വാനം ആവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർ മദറിന് കരുത്തായി. സംഘടന ഒരു പൂർണ്ണ രൂപത്തിലേക്ക് പരിണമിച്ച വർഷമായിരുന്നു അത്. ലോകമാധ്യമങ്ങൾ മദറിനെ ജീവിക്കുന്ന വിശുദ്ധ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയതും ഈ 70കളുടെ പകുതിയിലായിരുന്നു. തന്റെ 25 വർഷത്തെ പ്രയത്നം കൊണ്ട് മദർ മാറ്റിയെടുത്തത് കൽക്കട്ടയുടെ മുഖഛായ മാത്രമല്ല, മറിച്ച് കാരുണ്യത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് കൂടിയായിരുന്നു.